ഉത്തരം മോദിയെ പൂട്ടിക്കെട്ടി ജയറാം രമേശിന്റെ തകർപ്പൻ ഡയലോഗ്. വലിയ കാര്യത്തിൽ മോദി മൂന്നാമത് അധികാരമേറ്റിട്ട് ആദ്യം ഒരു ഫയലിൽ ഒപ്പുവെച്ചു. പിന്നാലെ വീരവാദങ്ങൾ, വാഴ്ത്തുപാട്ടുകൾ, BJP വക അരങ്ങു കൊഴുത്തു. ഒപ്പിട്ട ഫയൽ ഏതാണെന്നല്ലേ? കർഷകർക്ക് വേണ്ടിയുള്ള കിസാൻ സമ്മാൻ നിധിയാണ് എന്നായിരുന്നു BJPയുടെ പ്രചാരണം. എന്നാൽ മോദി ഇപ്പോൾ ഒപ്പിട്ടത് കിസാൻ സമ്മാൻ നിധിയുടെ വൈകിയ ഗഡുവിൻ്റെതാണ്. ഈ കാര്യം തുറന്നടിച്ചുകൊണ്ടാണ് ജയറാം രമേശ് മോദിയെ പൊളിച്ചടുക്കുന്നത്. മാത്രമല്ല, കർഷകർക്ക് ഉറപ്പായും കിട്ടേണ്ട അവരുടെ അവകാശം മോദിയുടെ ഔദാര്യമായിട്ടാണ് ഇപ്പോൾ BJP പ്രചരിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ കർഷകന് കിട്ടേണ്ട അവകാശത്തെ മോദി ഇങ്ങനെ പിച്ച കൊടുക്കുന്നത് പോലെ കൊടുക്കുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റി. അതുകൊണ്ടാണ് 6 മാസം വരെ വൈകിപ്പോയത്. അതായത് PM കിസാൻ നിധിയുടെ 16ാം ഗഡു 2024 ജനുവരിയിൽ നൽകേണ്ടതായിരുന്നു. പക്ഷെ അതാണ് ഇപ്പോൾ കൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാരണം വൈകി എന്നാണ് അവരുടെ പറച്ചിലും. അതുകൊണ്ട് തന്നെ ജയറാം രമേശ് പറയുന്നത്, ഈ ഫയലിൽ ഒപ്പിട്ടതിലൂടെ പ്രധാനമന്ത്രി വലിയ കാര്യമൊന്നുമല്ല ചെയ്തത്. സർക്കാർ നിയമം അനുസരിച്ച് കർഷകർക്ക് ലഭിക്കേണ്ടവ നിയമാനുസൃതമായ അവകാശങ്ങളാണ്. ഭരണപരമായി ഇത്തരം തീരുമാനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന എന്തോ മഹത്തായ നേട്ടങ്ങളാക്കി മാറ്റുന്നത് മോദിയുടെ ശീലമാണ്. ഇവിടെ അദ്ദേഹം എടുത്തു പറയുന്നത്, എന്തും ചെയ്യാം, മനുഷ്യനായിട്ടല്ലല്ലോ, സ്വയം ദൈവമാണെന്ന് കരുതുകയാണല്ലോ എന്ന്. കൂടാതെ മോദിക്ക് ഒരു ഉപദേശവും കൊടുത്തു ജയറാം രമേശ്. കർഷകരുടെ ക്ഷേമത്തിൽ പ്രധാനമന്ത്രിക്ക് ആത്മാർത്ഥമായ താല്പര്യമുണ്ടെങ്കിൽ കർഷകരുടെ 5 ആവശ്യങ്ങൾ അദ്ദേഹം നിറവേറ്റുകയാണ് വേണ്ടതെന്ന്. മിനിമം താങ്ങുവില ഉറപ്പാക്കുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, അത് കൃത്യമായി നടപ്പിലാക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുക, കർഷകർക്കുള്ള ഇൻഷുറൻസ് ക്ലെയിമുകൾ ലഭ്യമാക്കുക, ഒരു പുതിയ കയറ്റുമതി ഇറക്കുമതി രൂപീകരിക്കുന്നതിന് കർഷകരുമായി കൂടിയാലോചന നടത്തുക, കൃഷിക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ GST ഒഴിവാക്കുക. ഇങ്ങനെ കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളാണ് നടപ്പിലാക്കേണ്ടത്. അതിനു പകരം വീണ്ടും വീണ്ടും ഇന്ത്യയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സ്വഭാവമാണ് മോദിക്ക് എന്നുകൂടെ ജയറാം ഇവിടെ ചേർത്ത് വെക്കുന്നുണ്ട് ഉപദേശത്തിനോടൊപ്പം തന്നെ. എന്തായാലും മോദിയുടെ വീരവാദങ്ങൾ താഴെ ഇടാൻ പാകത്തിന് ജയറാം രമേശ് നല്ല കുത്തു കൊടുത്തിട്ടുണ്ട്.